എന്റെ സ്വത്തും സമ്പാദ്യം എല്ലാം അടങ്ങിയ സഞ്ചി അവളുടെ കയ്യിലാ. ഞാനിനി എന്ത് ചെയ്യും? ഞാനും കണ്ടില്ല അങ്ങനെ ഒരു പെണ്ണിനെ. അമ്മച്ചി കൊണ്ടു മാറിയേ, ഞാനത് പോട്ടെ. അതെ, നിക്ക് നിക്ക് നിക്ക്. അല്ല, ഇത് എന്റെ സഞ്ചിയാണല്ലോ. ഞാൻ ആ പെണ്ണിനെ ഏൽപ്പിച്ച എന്റെ സഞ്ചിയാ ഇത്. തള്ളേ, ഇത് നിങ്ങളുടെ സഞ്ചിയും കഞ്ചിയൊന്നും അല്ല. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണു വീട്ടുകാര് എനിക്ക് തന്ന സമ്പാദ്യം ഇത്. നിങ്ങളുടെ സഞ്ചി കൊണ്ടുപോയവരടുത്ത് പോയി ചോദിക്കും. അല്ലല്ല, നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് എന്റെ സഞ്ചി തന്നെയാ. ഇങ്ങെടുക്ക്. മര്യാദക്ക് എന്റെ സഞ്ചി ഇങ്ങെടുക്ക്. ഇതിലുള്ളത് എന്താണെന്ന് നിനക്കറിയില്ല. എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ തള്ളേ ഞാനിത് കൈ നീട്ടി വാങ്ങിയത്. തള്ള പോയി കൊടുത്തവരുടെ അടുത്ത് സ്വത്തും സമ്പാദ്യമൊക്കെ തിരികെ ചോദിക്കും. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ശരിയാവുക? ഇങ്ങെടുക്ക. എന്താ ഇത്? ആരാ നിങ്ങള്? അയ്യോ അമ്മേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ അമ്മേ. അയ്യോ, ഇത്രയ്ക്ക് ബുദ്ധിശൂന്യനായി പോയല്ലോ അവൻ. അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ആ മായാജാലക്കാരിയുടെ വിരുദ്ധാണ്. നമ്മുടെ ഓരോ പദ്ധതികളും മുൻകൂട്ടി കണ്ട് അവൾ പരാജയപ്പെടുത്തുകയാണ്. വേതാളി, ഘോരെ ഈ വിധം പരീക്ഷിക്കുന്നതിന് അവക്ക് പിഴയൊടുക്കേണ്ടി വരും. അവളുടെ കണ്ണ് ഞാൻ കെട്ടും. ഇനി അതിന് താമസമില്ല. വേതാളി, ഇന്ന് തന്നെ നീ അവിടെ ചെല്ലണം. ആ ബാലികയെ കടത്തിക്കൊണ്ടു പോരണം. അതെങ്ങനെ സാധ്യമാകും ഘോര? സാധ്യമാകണം. ഇന്ന് അവൾക്കുണ്ടാവുന്ന സ്വപ്ന ദർശനത്തിൽ അവൾ നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാവും. ആ സമയം അവിടെയുള്ള ദൈവിക ശക്തി അത് തടയാൻ ശ്രമിച്ചാലോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഇന്നെന്റെ മൂർത്തികൾ ആ ദൈവിക ശക്തിക്ക് നിദ്രാ കവചമൊരുക്കും. നിദ്രയിൽ അമരുന്ന ശക്തി അവിടെ സംഭവിക്കുന്ന ഒന്നും അറിയില്ല. ആ സമയം നീ ആ ബാലികയുമായി അവിടുന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുക. ശരി, എങ്കിൽ ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? സ്വപ്നം വല്ലതും കണ്ടോ? ഒന്നുമില്ല അച്ഛാ. വെള്ളം കുടിക്കേ. ക്ഷീണമല്ലോ തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തു പറ്റി എന്റെ മോക്ക്? എന്തിനാ എഴുന്നേറ്റത്? എന്താ മോളെ, എന്തു പറ്റി? അച്ഛാ,
ഇങ്ങനെ മരിച്ചത്. മോളെ, അമ്മ ദീനം വന്നല്ലേ മരിച്ചത്. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല. ഞാൻ മരിച്ച അമ്മയുടെ അടുത്തായിരിക്കും പോകുന്നത്. എന്താ എന്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതിന് മോക്കൊന്നും പറ്റിയില്ലല്ലോ. മോളുടെ അടുത്ത് ആരാ ഇതൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ. മോൾക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ദേവിയെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടന്നോളൂ. അപ്പോ മോളുടെ സ്വപ്നത്തിൽ അമ്മ വരും. ഉറങ്ങിക്കോ മോളെ. മോൾ ഉറങ്ങിക്കോ, സുഖമായി ഉറങ്ങിക്കോ. ദേവി നാമം ജപിച്ച് കിടക്ക. അമ്മേ, ദേവി, അമ്മേ. ദേവി, എന്റെ കുഞ്ഞിന് നീയേ തുണ. അവളെ കൈവിടല്ലേ അമ്മേ. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന ഈ രാത്രിയിൽ ആ ബാലികയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ഘോരയുടെ മൂർത്തികൾ ഒരുക്കിയ നിദ്രാകവചത്തിന്റെ ശക്തിയിൽ ഒരു ദൈവിക ശക്തിയും ഉണരില്ല. ഈ അവസരം ഒട്ടും പാഴാക്കരുത്.